ഹലോ ഒരു നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ നോൺ കോമ്പാറ്റന്റ് ആണ്. ബാക്കിയുള്ള എക്സാമുകൾ പോലെയല്ല, ഇത് കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ സിസ്റ്റത്തിലാണ് നടക്കുന്നത്. അതായത് ഇത് ഓഫ്ലൈൻ ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഓൺലൈൻ ആയിട്ടല്ല അപ്ലൈ ചെയ്യണത്, ഓഫ്ലൈൻ ആയിട്ട് അത് നമ്മൾ ഇവരുടെ സൈറ്റിൽ നിന്ന് കിട്ടും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യാം, എന്നിട്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് ഫില്ല് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയും. ആ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ സ്പീഡ് പോസ്റ്റ് അയക്കുകയാണെങ്കിൽ ഏകദേശം 24 അവർ കൊണ്ട് എന്താണ് നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ്. അതും ഇത് 24 ഫെബ്രുവരി 2025 മുമ്പായിട്ട് നിങ്ങളെ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കണം, അയക്കുന്ന ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടാവണം. ഓക്കെ, നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും അപ്ലൈ ചെയ്യുക. ഇതിന് 10th പാസ്സായാൽ മാത്രം മതി. സാധാരണ എയർഫോഴ്സിനെ വിളിക്കുന്ന പോലെ +2 +1 സയൻസോ ഒന്നും ചോദിച്ചല്ല, 10ാം ക്ലാസ് യോഗ്യതയാണ് ചോദിച്ചുള്ളത്. ജോബിന്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയാം. അതോടെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ഈ ചാനൽ നമ്മൾ തുടങ്ങിയതും അതുപോലെ തന്നെ റൺ ചെയ്തെല്ലാം നിങ്ങൾക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തിലാണ്. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സുകളെല്ലാം എത്തിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോസ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇതിൽ നമ്മൾ കമന്റ് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഒക്കെ ചെയ്യുക. നിങ്ങളുടെ ഒരു പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ ടീമിന് ഇത് കുറെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നോക്കണം, ആദ്യം ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഇതൊരു അഗ്നിപഥ് സ്കീമാണ്. ഓക്കെ, അഗ്നിപഥ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ്, 4 വർഷത്തെ ഇതെന്നാണ് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ പേടിക്കേണ്ട, അത് എന്തായാലും എക്സ്റ്റെൻഡ് ആവും. ഇപ്പൊ തന്നെ 75% അവിടെ നിലനിർത്തുന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കൊന്നും കൺഫേം ആയിട്ടില്ല. സോ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണ്ട. ഓക്കെ, 4 വർഷത്തെ പ്രോഗ്രാം ആണ് ഇനിഷ്യലി. അതും അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സ് ആണ്. അവിടെ ഏജ് ഗ്രൂപ്പ് 17 മുതൽ 21 വരെയാണ്. ഓക്കെ, ഇനി അവിടെ സ്കിൽ ഡെവലപ്മെന്റ് അവിടെ നടക്കും, കോമ്പറ്റീറ്റീവ് പേ ഉണ്ടാവും, പോസ്റ്റ് സർവീസ് ബെനിഫിറ്റുകളെല്ലാം അവിടെ ഉണ്ടാവും. അപ്ലൈ ചെയ്യേണ്ട ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 24 ഫെബ്രുവരി 2025 ഓക്കെ, ഇതാണ് ഒരു ഇൻട്രോ പറയാനുള്ളത്. നെക്സ്റ്റ് നോക്കാം. എടാ, ഏജ് പ്രോപ്പർ ആയിട്ട് ജൂലൈ 3, 2004 ജനുവരി 3, 2008 ഇടയ്ക്ക് ജനിച്ച ആൾക്കാർക്കാണ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 21 വർഷമാണ്. ഓക്കെ, അൺമാരീഡ് ആയിട്ടുള്ള ബോയ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായാൽ മതി. 10th ക്വാളിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്. ഓക്കെ, മെട്രിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായാൽ മതി. ഓക്കെ, ഇനി ഹൈറ്റ് വേണ്ടത് 152 ആണ്. അതുപോലെ തന്നെ വിഷ്ണുക്കെ IAFന്റെ നമുക്കറിയാം, അവരുടെ സ്റ്റാൻഡേർഡ്സ് അറിയാം, 1/6/6 ഒക്കെ അറിയാം, അതിൽ നോക്കിയാൽ മതി. പിന്നെ ഹിയറിംഗും 14 ഡെന്റൽ പോയിന്റ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഏജ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾ ജോബ് പ്രൊഫൈൽ നോക്കുക, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നോക്ക്. കുക്കിംഗ് ഉണ്ട്, കിച്ചൺ മാനേജ്മെന്റ് ഉണ്ട്, ഫുഡ് പ്രസന്റേഷൻ ഉണ്ട്, സാനിറ്റൈസർ, യൂട്ടിലിറ്റി ഹാൻഡിലിംഗ്, അതേപോലെ ടേബിൾ സർവീസ്. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് കുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. കിച്ചണിലായിരിക്കും നിങ്ങൾക്ക് ജോബ് ഉണ്ടാവുക, ഹോസ്പിറ്റാലിറ്റി സ്ട്രീമില്. ഇനി ഹൗസ് കീപ്പിംഗ് സ്ട്രീം ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലീനിങ് ഉണ്ടാവും, ബാത്റൂം ഉണ്ടാവും, ഗാർഡൻ, ലോണ്ടറി, ഷൂ പോളിഷിംഗ് ആൻഡ് ഓഫീസ് എക്യുപ്മെന്റ് മെയിൻ്റെനൻസ്. അതായത് നിങ്ങൾക്ക് അതായിരിക്കും ഹൗസ് കീപ്പിംഗ് സ്ട്രീമിലായിരിക്കും. അതായത് ക്ലീനിങ് കാര്യങ്ങളൊക്കെ അതിനെ ജോബ്. ഇതൊന്നും അത്ര കുറവായിട്ടൊന്നും ആരും കാണണ്ട. ഈ ഒരു കേസ് കൊണ്ട് ചില ആൾക്കാരൊക്കെ ഉണ്ട് ആർമിയിൽ തോക്കെടുത്ത് ജനറൽ ഡ്യൂട്ടിക്ക് തന്നെ പോകണമെന്നൊക്കെ ഉണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് 10th മാത്രമുള്ളവർക്ക്. ഓക്കെ, ഇനി അടുത്ത് നോക്കണം, അപ്ലിക്കേഷൻ പ്രൊസീജിയർ ആണ്. നിങ്ങൾക്ക് നോക്കാം, ഫോം നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഈ സൈറ്റിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ TM ഗ്രൂപ്പിലുണ്ട്, അവിടെ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതാക്കിയാൽ മതി, ഡൗൺലോഡ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഡെസിഗ്നേറ്റഡ് പോസ്റ്റുകൾ ഉണ്ട്, അത് നമ്മൾ പറഞ്ഞുതരാം, അവിടേക്ക് അയച്ചാൽ മതി. 10ന്റെ സർട്ടിഫിക്കറ്റ്സ് അവിടെ വേണം. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം. പാരന്റിന്റെ കൺസെന്റ്, അച്ഛൻ 18 വയസ്സിൽ കുറവാണെങ്കിൽ അച്ഛന്റെയോ അമ്മേന്റെയോ കൺസെന്റ് ഫോം സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ തന്നെ സൈൻ ചെയ്താൽ മതി. ഇതും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടാവും കേട്ടോ. ഇനി അടുത്ത് പോയിക്കോളൂ, അഡ്രസ് ആണ്. ഈ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അയക്കേണ്ടത്. അതായത് ട്രിവാൻഡ്രത്താണ് നമുക്കൊരു വേക്കൻസി വന്നിട്ടുള്ളത്. പോസ്റ്റൽ അഡ്രസ് ഇവിടെ ഉണ്ട്. ഹൗസ് കീപ്പിംഗ് ആണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെ മറ്റൊന്നും ഉണ്ട്, സ്റ്റേഷൻ കമാൻഡർ എയർഫോഴ്സ് സ്റ്റേഷൻ തിരുവനന്തപുരം, രാജാഗേറ്റ് നിയർ ഷൺമുഖം ബീച്ച് തിരുവനന്തപുരം. ഈ അഡ്രസ്സിലേക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പോസ്റ്റിൽ അയച്ചാൽ മതി. ഇനി ഇത് ഹൗസ് കീപ്പിംഗ് സ്ട്രീമിലേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ തൊട്ടടുത്ത് കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ഇവിടെയൊക്കെ വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കുറെ ഡിലേ ആവുന്നതുകൊണ്ടാണ് നമ്മളത് പറയാത്തത്. അതിന്റെ ഫോം, നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ ഫോം നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടാവും, നിങ്ങൾ അവിടെ കയറിയിട്ട് അതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോസ്റ്റൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്,
നമ്മൾ തപാൽ വഴി അയക്കേണ്ടത്, പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അയക്കേണ്ടത്. ഇനി ഇവിടെയൊക്കെ ഡ്രോപ്പ് ബോക്സ് ഉണ്ട്, അതായത് അവിടെ ഒരു ബോക്സ് ഉണ്ടാവും, അവിടെ കൊണ്ട് ഇടാവുന്നതാണ്. അതിന്റെ ലൊക്കേഷനാണ് ഈ ഡ്രോപ്പ് ബോക്സ് ലൊക്കേഷൻ എന്ന് തന്നിരിക്കുന്നത്. ഇതിന് ഡീറ്റെയിൽഡ് PDF ഉണ്ട്, നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. സർവീസ് ടേംസ് എന്ന് പറയുന്നത് 4 വർഷത്തെ ആയിരിക്കും. 4 വർഷത്തെ പ്രോഗ്രാം ആണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ പെർമനന്റ് എൻറോൾമെന്റിലേക്ക് 25% പേർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ നിർബന്ധമില്ല. ഇനി ഈ 25 എന്നുള്ളത് കാര്യങ്ങളൊക്കെ മാറ്റി കൊണ്ടുവരുന്നുണ്ട്. അതെന്തായാലും ഒരു 75 കാറ്റഗറി ലാസ്റ്റ് ടൈം വരെ എത്തിയപ്പോ. ഇനി ഇയർലി 30 ദിവസമാണ് നിങ്ങൾക്ക് ലീവ് ഉണ്ടാവുക. ഇനി മെഡിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും അത് കണ്ടീഷൻ അനുസരിച്ച് ലീവ് ഉണ്ടാവും. 30,000 പെർ മന്ത് ആണ് നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. റിസ്ക് അലവൻസ് ഒക്കെ ഉണ്ടാവും, അതായത് ഏതെങ്കിലും ഒരു ക്രൂഷ്യൽ ഏരിയയിലൊക്കെയാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പേയ്മെന്റ് ഉണ്ടാവും. പിന്നെ ഡ്രസ്സിന്റെ അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോ, എക്സാമിനേഷൻ സീക്വൻസ്. ഇവിടെ തൊട്ടാണ് ഇമ്പോർട്ടന്റ് ഏരിയ. ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. ആദ്യം നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റ് ആണ് ഉണ്ടാവുക, അതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. വെറും 20 മാർക്കുള്ളൂ. അതിൽ 10 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാ. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം പോയ നമ്മുടെ അക്കാഡമിയിൽ പോയ ഓൾമോസ്റ്റ് പിള്ളേർ എല്ലാവരും പാസ്സായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ 10 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ്, പാസ്സാണ്. അത് ഇംഗ്ലീഷ് ഒക്കെ എന്ന് പറഞ്ഞാൽ ബേസിക് ഇംഗ്ലീഷ് ആണ് ചോദിക്കുക. മൊത്തം ഡീറ്റെയിൽഡ് സിലബസ് നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മാക്സിമം നിങ്ങളെ 10 പാസ്സായ ഫ്രണ്ട്സിന്, നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ എല്ലായിടത്തേക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നോക്കടാ, സബ്ജക്ട് വരുന്നത് ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, GK 10 മാർക്ക്. ഓക്കെ, അതിൽ 20 10 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ എന്താണ്, പാസ്സാണ്. ഓക്കെ, ഇനി നോക്കടാ, ഫേസ് 2 ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്. അതിൽ 1.6 കിലോമീറ്റർ ഓടണം. 6.5 മിനിറ്റ് ടൈം ഉണ്ട്. ഓൾമോസ്റ്റ് 6.5 മിനിറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഓടി കയറാൻ പറ്റുന്ന ഒരു ടൈം പീരീഡ് ആണ്. ഇനി 10 പുഷപ്പ് ഉണ്ടാവും, 10 സിറ്റ്സപ്പ് ഉണ്ടാവും, 20 സ്ക്വാഡ്സ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇവിടെ സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന സ്ട്രീമിന്റെ ഒരു ചെറിയ ടെസ്റ്റും ഉണ്ടാവും. അതായത് കുക്കിങ്ങിന് ഉണ്ടാവും, ക്ലീനിങ്ങിന് ഉണ്ടാവും, ടെക്നിക്കൽ സ്കിൽ ഉണ്ടാവും, അതായത് ഷൂ റിപ്പയറും കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത് മെഡിക്കൽ എക്സാമിന്, അതറിയാലോ, സ്ഥിരം നടക്കുന്ന മെഡിക്കൽ എക്സാമിന്റെ പ്രൊസീജിയേഴ്സും ഉണ്ടാവും. ഇനി അടുത്ത് എക്സാമിനേഷൻ സീക്വൻസ് നോക്കിക്കോ. ഇനി ഇവിടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 hour ആണ്. ഈ 20 മിനിറ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് 1 hour ഉണ്ടാവും. ഓക്കെ, ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിട്ടുള്ളത്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല. കണ്ടോ, ഞാൻ നമ്മുടെ ചുമപ്പിൽ കൊടുത്തിട്ടുണ്ടെന്നില്ല, നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. ഇനി സിലബസ് നോക്കണം പ്രോപ്പറായിട്ട്. ഇംഗ്ലീഷിൽ വരുന്ന സിലബസ് ആണ് പറയുന്നത്. ഗ്രാമർ ആൻഡ് യൂസേജ്, ബേസിക് ഗ്രാമർ റൂൾസ്, ടെൻസ്, വോയിസ്, മൂഡ് എക്സെട്ര, സെന്റൻസ് സ്ട്രക്ചർ ആൻഡ് പങ്ക്ച്വേഷൻ, കറക്റ്റ് യൂസേജ് ഓഫ് പ്രിപോസിഷൻസ്, അതുപോലെ കൺജക്ഷൻസ് ആൻഡ് ആർട്ടിക്കിൾസ്. ഇതൊക്കെയാണ് ഗ്രാമറിൽ വരുന്നത്. വൊക്കാബുലറി, സിനോണിംസ്, ആന്റോണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സ്പെല്ലിംഗ് ആൻഡ് കറക്റ്റ് യൂസേജ് ഓഫ് കോമൺലി യൂസ്ഡ് വേർഡ്സ്. കോംപ്രഹെൻഷൻ നോക്കുക. റീഡിംഗ് ആൻഡ് പാസേജസ് വിത്ത് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ പാസേജ്, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഇന്ററപ്റ്റ് ആൻഡ് റിട്ടൺ ഇൻഫർമേഷൻ. പിന്നെ കോമ്പോസിഷൻ, സിമ്പിൾ കോമ്പോസിഷൻ സ്കിൽ, നോട്ട് ടെസ്റ്റഡ് ഡയറക്ട്ലി ബട്ട് അസസ്ഡ് ത്രൂ കോംപ്രഹെൻഷൻ ആൻഡ് ഗ്രാമർ. ഒരു കാര്യം നമ്മൾ പറയാം, നമ്മൾ ഈ പറയുന്ന ഏരിയയിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ഇനി റിട്ടൺ ടെസ്റ്റിൽ GK എന്ന് വരുന്ന ഏരിയ നോക്കിക്കോ. ഹിസ്റ്ററി ഉണ്ടാവും, ഇന്ത്യൻ ഹിസ്റ്ററി, ആൻഷ്യന്റ്, മെഡീവൽ ആൻഡ് മോഡേൺ, മേജർ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്, ജോഗ്രഫിന്ന് ഫിസിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്, ഇമ്പോർട്ടന്റ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ലാൻഡ്മാർക്ക്. അടുത്ത് നോക്കടാ, സയൻസ് ഉണ്ടാവും, ബേസിക് സയന്റിഫിക് കൺസെപ്റ്റ്സും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസും, പിന്നെ സയന്റിഫിക് ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്, എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ റിലേറ്റഡ് ടോപ്പിക്സ്. മാത്തമാറ്റിക്സ് ഉണ്ടാവും. മാത്സ് ഒക്കെ 2 മാർക്കിലൊക്കെ ഉണ്ടാവുള്ളത് ബേസിക് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അതിവിടെ ഉണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ്, national and international current events, important personalities and awards, knowledge of the Indian Air Force and its role. Okay, അടുത്ത ജനറൽ അവയർനെസ് ആണ്. നോളജ് ഓഫ് എവരിഡേ സയൻസ് ആൻഡ് ടെക്നോളജി, അവയർനെസ് ഓഫ് സോഷ്യൽ കൾച്ചറൽ ആസ്പെക്ട്സ്. ഇത്രയും ഏരിയ ആണ് നമുക്ക് എന്തുണ്ടാവുക, GK ഉണ്ടാവുക. പുറത്ത് വെച്ചോളാം. ഇനി അടുത്ത് നോക്കടാ. എടാ, ഈ ഒരു കാര്യം കൂടി, ഈ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. വളരെ ലിമിറ്റഡ് ടോപ്പിക്സ് ആണ്. എക്സാം പാസ്സാകുമ്പോൾ ഒരു പണിയില്ല. ഒരു ആവറേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാം പാസ്സാവാൻ പറ്റും. ഇനി അടുത്ത് വെക്കോ. ഇതിന് കൂടെ നിങ്ങൾ അയക്കേണ്ട ഡോക്യുമെന്റ്, നിങ്ങളുടെ ഫോട്ടോകോപ്പി, ഏത് 10ാം ക്ലാസ് പാസ്സായതിന്റെ ഫോട്ടോകോപ്പി, ആധാറിന്റെ ഒരു ഫോട്ടോകോപ്പിയും വെക്കുക. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവണം. അത് 6 മാസം പഴക്കത്തിന് മുമ്പുള്ളതാവരുത്. 6 മാസത്തിനുള്ളിലുള്ള 6 മന്ത്സിന്റെ ഉള്ളിലുള്ളതായിരിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്ലാക്ക് സ്ലേറ്റ് ഹോൾഡ് വെച്ചിട്ട് അതിൽ ക്യാപിറ്റൽ ലെറ്ററിലാവണം നിങ്ങളെ പേരും ആ ഫോട്ടോ എടുത്ത ഡേറ്റും ആഡ് ചെയ്യേണ്ടത് ബ്ലാക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കണം, ഒരു ബ്ലാക്ക് സ്ലേറ്റിൽ. ഓക്കെ, ഇനി നിങ്ങൾ എക്സാമിന്റെ ടൈമിന് പോകുമ്പോൾ ഇതേ ഫോട്ടോയുടെ ഒരു 2-3-4 കോപ്പി എടുത്ത് കൊണ്ടുപോവുക. ഓക്കെ, ഇനി കൺസെന്റ് സർട്ടിഫിക്കറ്റ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം.
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 18 വയസ്സിൽ താഴെയാണെങ്കിൽ എന്ത് ചെയ്യുക, പാരന്റ്സ് അതിൽ സൈൻ ചെയ്യണം. 18 വയസ്സിന് മേലെയാണെങ്കിൽ നിങ്ങൾ കാൻഡിഡേറ്റ്സിന് തന്നെ സൈൻ ചെയ്താൽ മതി. ഇനി അടുത്ത വെക്കോ, നിങ്ങൾ അവിടെ എക്സാമിന് പോകുമ്പോൾ വെരിഫിക്കേഷന് പോകുമ്പോൾ ആധാറിന്റെ ഒറിജിനൽ കൊണ്ടുപോകണം, ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം, ഒറിജിനൽ 10th ഓർ മെട്രിക്കുലേഷൻ പാസിംഗ് സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ്സിന്റെ ഒരു സർട്ടിഫിക്കറ്റ്. നമ്മുടെ ഒരു പയ്യൻ ഇതേപോലെ എയർഫോഴ്സിന്റെ ഈ വിളിച്ചിരുന്ന നഴ്സിംഗ് അസിസ്റ്റന്റിന് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് എല്ലാം ഓടിക്കേറി എക്സാം പാസ്സായി എല്ലാം ആയി, അവൻ 10th ഒറിജിനൽ കൊണ്ടുപോയില്ല എന്നുള്ള ഒറ്റ റീസൺ കൊണ്ടാണ് ഫെയിൽ ആയത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കരുത്. നമ്മൾ പറയുന്നതാണ് ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോകണം വെരിഫിക്കേഷന്. ഓക്കെ, മാർക്ക് ഷീറ്റ് അത് ഉണ്ടെങ്കിൽ മതി. ഇനി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എടാ നോൺ കോമ്പാറ്റിന് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു വേക്കൻസി ഉള്ള ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ കോൺടാക്ട് ചെയ്യുക. മെസ്സേജ് അയച്ചാൽ നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും അവിടെ ചോദിക്കാം. നമ്മുടെ പിള്ളേരെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിലോ ആയിട്ട് ചോദിക്കാം. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.